ഇപ്പോൾ നമ്മോടൊപ്പം ഇടത് രാഷ്ട്രീയ നിരീക്ഷകനായ റജി ലൂക്കോസ് കൂടി ചേരുകയാണ്. റജി ലൂക്കോസ്, അതായത് ഇന്നലെ ഉത്തരേന്ത്യൻ സമൂഹം നേരിട്ട് സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ നേരിടുന്ന ഉത്തരേന്ത്യയിലെ കത്തോലിക്ക സമൂഹമൊക്കെ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഒറ്റപ്പെട്ട ചിലർ മാത്രമാണ് ക്രൈസ്തവരുടെ പേരിൽ ഇത്തരത്തിൽ സംഘപരിവാറുമായി ചേരുന്നത്. മറിച്ച് ഉള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ദീപികയുടെ മുഖപ്രസംഗം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉത്തരേന്ത്യയിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ കറൻസ് എന്ന വാരികയിലും ഇത്തരത്തിൽ എന്താണ് ഈ സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ ചെറുക്കണം, വഖഫ് അടക്കമുള്ളവയെ ഉള്ള തീരുമാനങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന തരത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എത്തിയത്. അതിൻ്റെ തുടർച്ചയായി തന്നെ എന്താണ് ദീപികയുടെ മുഖപ്രസംഗത്തെയും കാണണം, അല്ലേ റജി ലൂക്കോസ്? തീർച്ചയായിട്ടും അജിംഷാദെ, ദീപിക ഇത് തുടർച്ചയായി രണ്ടാമത്തെ മുഖപ്രസംഗമാണ്. ഇന്നത്തെ മുഖപ്രസംഗം രണ്ടാമത്തെ ദിവസമാണ് ഇത്. അതായത് ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം പിന്നെ അവര് ക്രിസ്തീയ സഭ, അതായത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ആണ് രാജ്യത്തിന്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളും ഇന്ത്യയിൽ കൈയടക്കി വെച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരെയും ഞങ്ങൾ നേരിടും, സർക്കാർ പിടിച്ചെടുക്കേണ്ട വരും. കത്തോലിക്ക സഭയുടെ ആശുപത്രികളുടെയും ഹോസ്പിറ്റലിലേക്ക് എണ്ണം പറഞ്ഞുകൊണ്ട് 11,000 കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭ കയ്യിൽ വെച്ചിരിക്കുന്നു. അതിനൊന്നും രേഖകളില്ല. അതായത് അതിലൂടെ വന്ന ആ ഓർഗനൈസറുടെ ലേഖം വ്യാപകമായ പ്രതിഷേധം ഉണ്ടായപ്പോൾ അവര് അത് പിൻവലിച്ചില്ല. അത് ആ വെബ്സൈറ്റിൽ നിന്ന് മാത്രം നീക്കം ചെയ്തിട്ടുണ്ട്. അതിനെ ആ ഓർഗനൈസറുടെ ലേഖനത്തെക്കുറിച്ചും ഒരു രൂക്ഷമായ ഭാഷയിൽ ദീപികയിൽ കഴിഞ്ഞ ദിവസം ഒരു മുഖപ്രസംഗം വന്നിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ സാമ്പൽപൂരിലെ ജബൽപൂരിലെ 2 പുരോഹിതർക്കെതിരെ, അതായത് 2 മലയാളി പുരോഹിതരുടെ ഒരു ജനക്കൂട്ടം, അതായത് നമ്മുടെ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഏറ്റവും കൂടുതൽ പരിപാവനമായി കണക്കാക്കുന്ന 50 ദിവസത്തെ നോമ്പാണ്. അതായത് അവര് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ ആചാരപ്രകാരം ക്രിസ്തുവിന്റെ കുരിശ് മരണവുമായി ബന്ധപ്പെട്ടുള്ള 50 ദിവസത്തെ നോമ്പാചരണത്തിന് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കത്തോലിക്കര് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ തീർത്ഥാടനം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ പള്ളിയിൽ 150 തീർത്ഥാടകരെ എത്തിയപ്പോൾ അവരെ കയറി മർദ്ദിക്കുകയും അതിൽ ഒരു സഹവികാരിയായ ദേവദാസ് എന്ന് പറയുന്ന പുരോഹിതന്റെ നട്ടെല്ലും മുതുകും അടിച്ചൊതുക്കി ഇപ്പൊ അതേ ഹോസ്പിറ്റലാണ്. മലയാളി വൈദികനായ തൃശ്ശൂർ സ്വദേശിക്കും തല്ലുകൊണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ഒഡീഷയിൽ നടന്നത് അതിഭീകരമായ വേട്ടയാടല്. കുറവലങ്ങാട് സ്വദേശിയായ ജോഷി ജോർജ് എന്ന് പറഞ്ഞ വൈദികൻ വികാരിയും മറ്റൊരു അസിസ്റ്റന്റ് വികാരിയും ഉള്ള ഒറീസയിലെ ഒരു പള്ളിയിൽ 300ഓളം വരുന്ന ഒഡീഷയിലെ പോലീസുകാർ ആ ചർച്ചിൽ അതിക്രമിച്ച് കയറുകയും ആരാധന മുടക്കുകയും അവിടുത്തെ പല വസ്തുക്കളും അടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ വൈദികരെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ജബൽപൂരിൽ ആൾക്കൂട്ടം പോലീസിന് മുമ്പിൽ വെച്ചോണ്ട് തീർച്ചയായും റജി ലൂക്കോസ്, അതിനെ അങ്ങനെ തന്നെ കാണണം. കാരണം RSSൻ്റെ സംഘടിതമായ നീക്കം ഒരു വശത്ത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാകുന്നു, മറ്റൊരു വശത്ത് ഒരു രാഷ്ട്രീയ കുതന്ത്രം എന്ന നിലയിൽ ഈ 2 വിഭാഗത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ കൂട്ടിയടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. അതൊക്കെ കണ്ടും മനസ്സിലാക്കിയും തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അടക്കം മുമ്പോട്ട് പോകുന്നതെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അത് നിലനിൽക്കുന്നതിലെ കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം കൂടിയാണ് ദീപിക. ആ ദീപികയുടെ മുഖപ്രസംഗം ആ അർത്ഥത്തിൽ തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ് റജി ലൂക്കോസ്. അതുകൂടെ പറഞ്ഞിട്ട് പൂർത്തീകരിക്കുക. അതായത് കഴിഞ്ഞ ദിവസത്തെ മുഖപ്രസംഗത്തില് സുരേഷ് ഗോപി എയർപോർട്ടിൽ വെച്ച് കൈരളി ചാനലിന്റെ വിരളിച്ചുകൊണ്ട് ബി കെയർഫുൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അത് പിന്നീട് ഏത് ചാനലിലെ കൈരളിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ബഹുമാനപ്പെട്ട പിട്ടാസ് സാറിനെ വളരെ മോശമായിട്ട് ഒരു വാക്ക് മാറ്റി പ്രയോഗിക്കുന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അത് മോശമായിട്ട് അപലപിച്ചതിനെ ഒരു വാക്ക് ദീപി അപലപിച്ചിട്ടുണ്ട്. ബി കെയർഫുൾ എന്ന് സുരേഷ് ഗോപി പറയേണ്ടിരുന്നത് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാണ് എന്ന് പറഞ്ഞു. അതായത് കേന്ദ്ര സർക്കാരിനെയും BJP RSSനെയും നോക്കിയാണ് അത് പറയേണ്ടിയിരുന്നത്. ഇനി കത്തോലിക്കരെയും നമ്മുടെ മുനമ്പം വിഷയത്തിൽ അവരെടുത്തിരിക്കുന്ന വഖഫ് ഭേദഗതി അല്ലെങ്കിൽ ആ അമെന്റ്മെന്റ് പാസ്സാക്കി ഇനി അത് അടുത്തത് ചർച്ച് ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതോടും ആ മുഖപ്രസംഗത്തിൽ രൂക്ഷമായിട്ട് നടത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്നത് എറണാകുളം പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്ററിൽ നിയമിച്ചിരിക്കുന്ന വൈദികരാ. ആ വൈദികൻ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരും BJPയും RSSന്റെ ലക്ഷ്യം അടുത്തത് ക്രിസ്ത്യൻ സഭയെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയാണെന്നും ഈ ഇന്ത്യയിൽ എവിടെ പോയാലും കത്തോലിക്ക സഭയുടെ വൈദികരെയും അവർ ചെയ്യുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ, ആതിര സേവന മേഖലകളിൽ
അങ്ങനെയുള്ള ഇതെല്ലാം ഇനി പിന്നെ കവർന്നെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കണമെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ഔദ്യോഗികമായിട്ട് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചെറിയൊരു ന്യൂനപക്ഷം മുനമ്പം വിഷയത്തിലൊക്കെ ഈ BJP-യുടെ കുതന്ത്രങ്ങളിൽ വഴങ്ങി അല്ലെങ്കിൽ അതിൽ ചതിയിൽ ചെറിയ വളരെ നേരിയൊരു ന്യൂനപക്ഷം BJP-യോട് ചായ്വ് കാണിക്കുന്നത് അത് ശരിയല്ല എന്നും കൂടി പറയാതെ കണ്ട് DBM മുഖപ്രസവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വഖഫ് ബില്ല് പാസ്സാക്കിയതിലൂടെ തങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണെന്നുള്ള വ്യാജേന കേരളത്തിൽ കത്തോലിക്ക സമൂഹത്തിന് പ്രത്യേകിച്ച് തങ്ങളോടൊപ്പം ചേർന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള BJP-യുടെ കുതന്ത്രമാണ് ഇവിടെ പൊടിഞ്ഞടിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഏറ്റവും വലിയ പത്രമുത്തശ്ശിയായ ദീപിക, ഈ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാം മുഖലേഖനവും മുഖപ്രസംഗവും എഴുതിക്കുന്നത്. അതാണ് ഇതിന്റെ ഗൗരവം എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ BJP-യോട് അത് മാത്രമല്ല, ഈ ദീപികയിൽ മാത്രമല്ല, ദീപികയിൽ എഴുതിയത് ശ്ലാഘനീയമാണ് മതേതരത്വ നിലപാടുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ മുഖം വാരികയും എഴുതി, ഇന്ത്യൻ കറൻസും എഴുതി, ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ നീക്കങ്ങൾ, അത് വഖഫ് ബില്ലിൻ്റെ അടക്കമുള്ളവയിൽ ഉള്ള സംഘപരിവാർ നീക്കങ്ങളെ എതിർത്തുകൊണ്ടാണ് എഴുതിയത് റജി ലൂക്കോസ്. അത് തീർച്ചയായും അതെ അത് ദേശീയ തലത്തിൽ തന്നെ CBCI ഔദ്യോഗികമായിട്ട് ആ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇനി കത്തോലിക്ക സമൂഹത്തിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. കാരണം മുസ്ലിം സമൂഹത്തിനെ എന്താ പറയാ അകറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ചെയ്യുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ ഈ BJP നടത്തുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അടുത്തത് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയാണെന്നുള്ളൊരു വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രാവർത്തികമാക്കാൻ തെളിഞ്ഞു കഴിഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം, ഒരു കമന്റ് വന്നിരിക്കുന്നുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന്. ഇന്നലെ പാലാരൂപതയുടെ അഭിമന്യ മെത്രാൻ കല്ലറങ്ങാട്ട് പിതാവ് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. ശ്രദ്ധേയമാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, താമരശ്ശേരി രൂപത ബിഷപ്പ് ഒരു കത്തോലിക്ക സഭയിലെ ആളുകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്താൻ ഞങ്ങൾ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞതിനെ ശക്തമായ ഭാഷയിൽ പാലാ ബിഷപ്പ് ഇന്നലെ എതിർത്തിട്ടുണ്ട്. ഇത് തെറ്റായ സന്ദേശം നൽകുന്നെന്നും അതൊരിക്കലും പ്രായോഗികമല്ലെന്നും അത് ശരിയല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ കാണിച്ചു, അത് എല്ലാവരും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കത്തോലിക്ക സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തു. കാരണം കത്തോലിക്കരുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന പാലായിലെ രൂപതയിലെ ബിഷപ്പ് അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് ഇന്ദിരാനി ബിഷപ്പ്, താമരശ്ശേരി ബിഷപ്പ്, അത് സംസ്ഥാന സർക്കാരിനെതിരെ, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരെ, കോൺഗ്രസിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് BJP-യെ സഹായിക്കാനുള്ള വ്യാജേനയാണ് ആ പ്രസ്താവന അദ്ദേഹം പുറപ്പെടുവിച്ചത്. അതിനെതിരെയാണ് പാലാ ബിഷപ്പ് ശക്തനായ ഭാഷയിൽ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മളത് മുന്നിൽ കാണണം. അപ്പൊ അത് ഒരു കാര്യം മനസ്സിലായി, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും BJP-യുടെ എന്താ പറയാ ഈ പറയുന്ന ആലിംഗനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. അവർ നമ്മളെയാണ് നോട്ടം വെച്ചിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സെക്യുലറായിട്ട് ചിന്തിക്കുന്ന സെക്യുലറിസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യക്ക് മാതൃകയായ ഈ സംസ്ഥാനത്ത് വിഭാഗീയത ഉണ്ടാക്കി ക്രിസ്ത്യൻ സമൂഹത്തിലെ നുഴഞ്ഞു കയറി നാളുകളിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേട്ടയാടാനായിട്ടുള്ള ഒരു ധൃതരാഷ്ട്ര തീർച്ചയായും അത് തന്നെയാണ്